ഹായ്, ഞാൻ റഹീന. ഞാൻ കെമിസ്ട്രി ടിപ്സിൽ 3 കോഴ്സസ് ചെയ്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ, ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ്. അതിൽ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൽ എനിക്ക് 43ാമത്തെ റാങ്ക് ഉണ്ട്. നമ്മൾ കെമിസ്ട്രി ടിപ്സിൽ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഫർദറായിട്ട് വരുന്ന ഏത് എക്സാമിന് നമ്മൾ കോഴ്സ് എടുത്താലും നമ്മൾ മറ്റൊരു കോച്ചിങ്ങിനെ പറ്റി ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കൊരു മെൻ്റൽ സപ്പോർട്ടാണ് നമുക്ക് മാമിൽ നിന്ന് കിട്ടുന്നത്. മാം നമുക്കൊരു എൽഡർ സിസ്റ്ററിനെ പോലെയാണ്. നമുക്ക് നമ്മുടെ പഠിത്തത്തിൻ്റെ കാര്യം മാത്രമല്ല, അല്ലാതെ തന്നെ ഫാമിലിയിലെ ഇഷ്യൂസ് വന്നാലും എന്ത് പ്രഷർ നമുക്ക് ആ ഒരു കോഴ്സ് ടൈമിൽ എന്ത് പ്രഷർ വന്നാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാമിനെ കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ഒരു കോൺടാക്റ്റാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കോച്ചിങ് സെൻറ്ററിലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ ആ ഒരു കോൺടാക്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം മാമിനോട് നമുക്കിപ്പോൾ നമ്മുടെ ഇതിൽ കൂടുതലും മാരീഡായിട്ടുള്ളവരൊക്കെ ആയിരിക്കും, കുട്ടികളുള്ളവർ. അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഇവിടെ പഠിക്കുന്നവരായിരിക്കും. അപ്പം നമുക്കൊരു അപ് ടു ഡേറ്റ് ആയിട്ട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മാമിനെ വിളിച്ചിട്ട് മാം എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടോ. ഇടയ്ക്കിടയ്ക്ക് സൂം മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ, നമുക്ക് എന്താണ് പ്രശ്നം, നമ്മളെ കൊണ്ട് എന്ത് പറ്റുന്നില്ല ഒക്കെ മാം കൃത്യമായിട്ട് ചോദിക്കും. അതുപോലെ നമുക്ക് എന്തുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാമിനെ വിളിക്കാം. മാമിൻ്റെ കയ്യിൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും മാം ഇതെല്ലാം ഒരു പോസിറ്റീവായിട്ട് എടുത്ത് നമുക്ക് പറഞ്ഞു തരും. നമ്മളെ കൊണ്ട് പറ്റില്ല എന്നല്ല, എന്ത് കാര്യം വന്നാലും നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് പഠിച്ചെടുക്കാം. അതുപോലൊരു ജോലി നമുക്ക് എത്ര അത്യാവശ്യമാണെന്നുള്ളത്, നമുക്ക് കുറച്ച് മടി ഉണ്ടെങ്കിൽ പോലും മാമിനോട് ഒത്തിരി നേരം സംസാരിച്ചാൽ ഉള്ള മടി എല്ലാം മാറും. നല്ല രീതിയിൽ മാം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അതാണ് മെയിൻ. പിന്നെ കോച്ചിങ് എന്ന് പറയുമ്പോൾ എല്ലാം നമ്മുടെ കറക്റ്റ് സിലബസ് ബേസിലാണ് പോവുക. അപ്പോൾ നമ്മുടെ എക്സാമിന് ഒരു 2-3 വീക്സ് മുന്നേ ഒക്കെ തന്നെ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഓരോ ടോപ്പിക്കിനെ വെച്ചിട്ടും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് കൂടാതെ വീക്കിലി സാറ്റർഡേ സൺഡേ നമുക്ക് വീക്കിലി എക്സാം ഉണ്ട്. പിന്നെ സിലബസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എക്സ്ട്രാ കുറേ ക്വസ്റ്റ്യൻസ് വരും. അത് കൂടാതെ പിന്നെ മോഡൽ എക്സാം ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ്, MCQs തന്നെ പല രീതിയിൽ നമ്മൾ ഒരു ടോപ്പിക്കിൻ്റെ തന്നെ പല രീതിയിലുള്ള MCQs നമ്മൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എക്സാമിന് എത്തുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയധികം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 6 മന്ത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലാണ് എക്സാം സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എക്സാം നടന്നത്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഈ എക്സാം സിലബസ് വന്ന ശേഷം വന്ന ടൈമിൽ കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം ആദ്യമൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു 1 മന്ത് മുന്നെയാണ് ഞാൻ നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒറ്റ മാസം കൊണ്ട് ആ ഒരു പ്രഗ്നൻസിയുടെ ബുദ്ധിമുട്ടുകൾക്കിടയിലും എനിക്ക് പഠിച്ച് ഈ ഒരു 43ാമത്തെ റാങ്കിൽ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ മാമിനും എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ മാം തരുന്ന ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് എല്ലാത്തിലും വലുത്. നമുക്ക് ആ സമയത്ത് ഒരുപാട് മടിയും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും, നമുക്ക് മാറ്റി വെക്കാമെന്ന് തോന്നും. പക്ഷേ മാം എപ്പോഴും നമുക്ക് കൂടെ ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അതൊന്നും വലിയ പ്രശ്നമല്ല, നമ്മളെക്കൊണ്ട് പറ്റും, ജോബ് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു മാമിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും നമ്മളിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ ഫുൾ ക്രെഡിറ്റ് ഞാൻ മാമിന് തന്നെ കൊടുക്കുകയാണ്. എല്ലാവർക്കും പറ്റും. എനിക്കിത് പറ്റിയെന്നുണ്ടെങ്കിൽ ഉറപ്പായും എല്ലാവർക്കും ഇത് പറ്റും. അതുകൊണ്ട് ഒരു സെക്കൻഡ് തോട്ടിൻ്റെ ആവശ്യമില്ല. ഉറപ്പായിട്ടും നമുക്ക് വളരെയധികം വിശ്വാസത്തോടു കൂടി കെമിസ്ട്രി ടിപ്സ് ചൂസ് ചെയ്യാവുന്നതാണ്.